ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആയിട്ട് എന്താണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് 1000 റീസൺസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് ഇപ്പോഴും തുടരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഒരേ ഒരു റീസൺ കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം, അത് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ ബോധ്യമുണ്ട്. ഈ ഒരു പേഴ്സൺ ഏത് തരത്തിലുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സുകൊണ്ട് പലപ്പോഴും നിങ്ങളായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്നേഹം അല്ലെങ്കിൽ പ്രണയം അന്ധമാണെന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ആ ഒരു തരത്തിലാണ് നിങ്ങൾക്ക് ഇവരോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിലുള്ള പല പോരായ്മകളും അല്ലെങ്കിൽ പല കുറവുകളും നിങ്ങൾ കണ്ടില്ല എന്ന് മനഃപൂർവ്വം നടിക്കുകയാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സണായിട്ട് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ള ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ ഇവരെങ്ങനെയുള്ള പേഴ്സൺസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ വിഷൻ തരുമ്പോൾ പോലും ഇമോഷൻസ് മൂലം നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ ആ ഒരു ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ എന്ത് കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ചില കാപഢ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവർ വിട്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും തിരുത്തി തരികയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ വാസ്തവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു സ്നേഹം എന്നുള്ള ഒരൊറ്റ ഫാക്ടറാണ് നിങ്ങൾ ഇതിനകത്ത് സ്റ്റിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല റീസണും പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് ഈസി ആയിട്ട് കളയാവുന്ന കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിങ്ങൾ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതേസമയം നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പഴയ അടുപ്പം നിങ്ങളോട് കാണിക്കുന്നില്ല. അവരാണ് നിങ്ങളെ അവരിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊരു നല്ല ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് വളരെ നല്ല രീതിയിൽ ഒന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ സാന്ത്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മനസ്സിന് അത്രയും ആശ്വാസം കിട്ടും. അപ്പോൾ അതായത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ആ ഒരു കീ ഇരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ കയ്യിലാണ്. അപ്പോൾ അവരായിട്ടൊന്ന് വിചാരിക്കുകയോ മനസ്സ് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പും അല്ലെങ്കിൽ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നതാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് യാതൊരു ആക്ഷനും എടുക്കാതെ ആ ഒരു റെസ്റ്റിങ്ങിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേണമെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, വളരെ ബോൾഡായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് നിങ്ങളെ പറ്റിച്ച് പോകാൻ കഴിയുന്ന ഒരു പേഴ്സൺ ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫുൾ എനർജിയാണ്. നിങ്ങൾ അത്രത്തോളം ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല. എളുപ്പത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ് പോകുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കാറില്ല. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് നിങ്ങളോട് പറയുന്നു അതാണ് നിങ്ങളുടെ ശരി, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ തെറ്റെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 100/100 നിങ്ങൾ കൊടുക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് ഇപ്പോൾ പോലും തുടരുന്നത് ഈ ഒരു പേഴ്സണോടായിരിക്കാം. വേറെ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വേറെ നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ആരോടും ഈ ഒരു പേഴ്സണ് കൊടുക്കുന്ന പരിഗണനയോ കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. അത്രയ്ക്ക് അന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട്.
ഒരുപക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്നേഹമാണ് നിങ്ങൾ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എത്ര നാളായിട്ടുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെയോ ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പരിഗണന നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന പോലും ആ ഒരു പഴയ രീതിയിലേക്ക് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണേ എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതുപോലെ നിങ്ങളെ പഴയതുപോലെ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു വരണേ എന്നുള്ളതായിരിക്കും. കാരണം എപ്പോഴോ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ സ്നേഹമാണ് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും ആ ഒരു മെമ്മറിയുടെ പേരിലാണ് നിങ്ങൾക്കിത് കളയാൻ കഴിയാത്തതും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അവരായിരിക്കാം. ചിലപ്പോൾ ആദ്യകാലങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു പരിഗണന അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും ഇഷ്ടങ്ങളും ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു ഡോമിനേറ്റിംഗ് പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ സൗകര്യം, അവരുടെ താല്പര്യങ്ങൾ, ഇതിനൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ ശരിക്കും നമ്മളൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ കൂടിയും അതിനകത്ത് രണ്ടുപേരും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പരിഗണിച്ച് പോകുമ്പോൾ മാത്രമാണ് അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൂടുതൽ പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുന്നത് ഈ ഒരു പേഴ്സണായിരിക്കും, അല്ലെങ്കിൽ അവർ ആയിരിക്കാം അത് ചോദിച്ചു വാങ്ങുന്നത്. അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രീഡം, എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു പേഴ്സണാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥത പോയിട്ടുണ്ടാവാം. എപ്പോഴും ഒരു മെൻ്റൽ ആഗണി എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവാം, സ്ട്രെസ്സിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൂലം ഇവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇതിനകത്ത് നടന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എപ്പോഴും നിങ്ങളൊരു ഗിവറിൻ്റെ എനർജിയിലും ഈ ഒരു പേഴ്സൺ എപ്പോഴും ഒരു റിസീവറിൻ്റെ എനർജിയിലുമാണ്. എപ്പോഴും കൊടുക്കുന്നത് മുഴുവൻ നിങ്ങളായിരിക്കും. അത് സ്നേഹമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഒരിക്കലും അവരെ വിട്ട് പോവില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കലും അവരല്ലാതെ മറ്റൊരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ സ്വീകരിക്കില്ല എന്ന് അത്രത്തോളം ഉറപ്പുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് സെൽഫിഷ് നേച്ചറുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് ചെന്ന് മിണ്ടേണ്ടി വരുന്നതും താണു ചെല്ലുന്നതും ഒക്കെ നിങ്ങൾ തന്നെയായിരിക്കാം. കാരണം അവരുടെ ആ ഒരു ഈഗോ വിട്ട് ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത്രത്തോളം നടക്കാത്തൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങളും കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പല വിട്ടുവീഴ്ചകൾക്കും ചിലപ്പോൾ തയ്യാറാവുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഷെൽട്ടർ പോലെയാണ്. അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടി വരാൻ പറ്റുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇവർക്കൊരു പ്രശ്നം വന്നു എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളതെല്ലാം മറന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ലൈഫിൽ അഡ്വൈസ് കൊടുക്കാനോ, അല്ലെങ്കിൽ അവർക്ക് സംശയങ്ങൾ തീർത്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലിയുള്ള സ്ട്രഗിൾസ് വരുമ്പോഴോ, അങ്ങനെ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ്. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഒരു കോൺഫിഡൻസ്, നിങ്ങൾ എവിടെയും പോവില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ പരിഗണന തരേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് തന്നെ ഉത്തമ ബോധ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അറിവോടുകൂടി നടക്കുന്ന കാര്യമായിരിക്കാം. നമുക്ക് ഇതിനകത്ത് ചീറ്റിംഗ് എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത്രത്തോളം നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ മതി.
കാരണം ഇവരെന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണെ ഉപേക്ഷിച്ച് മറ്റാരെയും ആ ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ സ്റ്റക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇവർക്ക് എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് തവണ നിങ്ങൾ ഈ ഒരു പേഴ്സൺ മാപ്പ് കൊടുത്തിട്ടുണ്ടാവാം. ഇവരെന്തെങ്കിലും ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും അത് ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. ചില റീഡിങ്ങിനകത്തൊക്കെ നമ്മൾ കമൻസിൽ തന്നെ കാണാറുണ്ട്, ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരിതിനെ അനുഭവിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി ഒന്നും ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് തവണ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഇനിയും അവർ നിങ്ങളിലേക്ക് സ്നേഹത്തോടെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ക്ഷമിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കും. അതുപോലെയുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു റീഡിംഗ് റെസണേറ്റ് ആവണമെന്നില്ല, വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും. കാരണം ഇത്രത്തോളം ഡെപ്തായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ചിലവരുടെ കേസസിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ മാറ്റി ചിന്തിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉപേക്ഷിച്ച് കളയാനോ ഒന്നും സാധിക്കാത്ത വ്യക്തികളുണ്ട്. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാന്നുണ്ടെങ്കിൽ പോലും അത്രയും ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ട്. ഇപ്പോൾ ചിലവരുടെ കേസസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സ്നേഹം കാണിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പാർട്ട്ണർ അത് ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. പലപ്പോഴും ഈ ഒരു പേഴ്സൺ സ്നേഹം കാണിച്ചു വരുന്നത് സ്നേഹം കൊണ്ടാണ് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ചിന്തിച്ചെന്ന് വരാം. ചിലവരാണെന്നുണ്ടെങ്കിൽ സെക്ഷലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇമോഷണലി ബ്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരിച്ചറിയണമെന്നില്ല. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള വർത്തമാനം അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഇവർ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോലും വെയിറ്റിംഗ് എനർജിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊരു മാറ്റം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഡിസിഷനിലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സിലൊക്കെയാണ് പെട്ടിരുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ആങ്സൈറ്റി, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് വെപ്രാളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നിങ്ങൾ പള്ളി പിടിച്ചിരിക്കുന്നില്ല, കുറച്ചൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറിയെന്നോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നില്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിനകത്തും അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനും ഈ ഒരു പേഴ്സണിനും വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പഴയ എനർജിയിലേക്ക് പോകണം, ഈ ഒരു പേഴ്സണിൻ്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ നിങ്ങളുടെ ആ ഒരു നൈരാശ്യം അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഫോക്കസ് ഇതിന് കൊടുത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ചെറിയ പ്രോഗ്രസ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു, അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം ചിലർക്കാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വലിയ സ്നേഹമോ കാര്യങ്ങളോ താല്പര്യമോ ഒന്നും ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം. ചിലപ്പോൾ ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു എനർജിയിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരൊരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് കളയില്ല. 100% അവർ ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളയില്ല. പിന്നെ ഇവർ നമ്മൾ പറഞ്ഞതുപോലെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ പലപ്പോഴും അവരുടെ ഒരു കാര്യങ്ങൾക്ക് എന്താണോ അവർക്ക് വേണ്ട പ്രിഫറൻസ് കൊടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് ആവശ്യം വരുമ്പോഴാണ് അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പൂർവാധികം ശക്തമായിട്ട് കയറി വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിന് മുൻപും ഇതുപോലെയുള്ള സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് കളയുന്ന ഒരു വ്യക്തിയല്ല. മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു സർക്കിളിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയില്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ ചുറ്റി നടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഒരിക്കലും ഈ ഒരു ബന്ധം മാറില്ല. കാരണം എപ്പോഴും ഇതിനകത്തുനിന്ന് പുറത്ത് പോയി കഴിഞ്ഞാലും അവരായിട്ട് തന്നെ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലരുടെ കേസസിൽ ഫാമിലി ആയിരിക്കാം, ചിലരുടെ കേസിൽ ഈ ഒരു പേഴ്സൻ്റെ മറ്റേതെങ്കിലും കരിയറോ അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം, റിലേഷൻഷിപ്സ് ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിനെല്ലാം കൂടുതലൊരു ഫോക്കസ് കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല, ആ ഒരു കാര്യത്തിലാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അവരൊട്ടും ഒരു പരിഗണന തരാത്ത പോലെ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ഇതാണ് താല്പര്യം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ വളരെ റൂഡായിട്ടൊക്കെ ചിലപ്പോൾ പെരുമാറിയെന്ന് വരാം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു സെൽഫിഷ് നേച്ചറും കൂടി ഉള്ള പേഴ്സൺ ആണെന്ന് പറഞ്ഞത്. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ അവരെ കൂടി എങ്ങനെയാണത് ബാധിക്കുക,
അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നുള്ളൊരു കൺസേൺ ഒന്നും ഈ ഒരു പേഴ്സൺ ഉണ്ടാവണമെന്നില്ല. അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസ് എന്താണോ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ വിഷമിച്ചു എന്ന് വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സങ്കടപ്പെട്ടിരുന്നാലും അവർക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതേസമയം ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്നു പോയതുപോലെ കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഓടി വന്നെന്ന് വരാം. ചിലപ്പോൾ നിങ്ങൾ പോലും ഓർക്കുന്നുണ്ടാവും ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു ഗ്രഡ്ജ് പിടിച്ചൊക്കെ ഇരുന്നിട്ട് അതെല്ലാം മാറി വളരെ കൂളായിട്ട് എങ്ങനെ വന്ന് ഇടപഴകുന്നു എന്നുള്ളത്. അതായത് അവരുടെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും അത്രയും ആ ഒരു സ്നേഹം കാണിച്ച് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അവർക്ക് അത്രയും താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നിഷ്കരണം കാണാത്തതുപോലെയും ഭാവിക്കാം. അപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു തരത്തിലാണ്, ഇവർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവരായിട്ട് തന്നെ ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് വലിയ അടുപ്പത്തിലേക്ക് നിങ്ങളിലേക്ക് വരാതെ നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം മാറുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഈ സ്റ്റേറ്റസ് മാറി വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്നതായിട്ട് തന്നെ കാണാം. അതായത് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഒരു ഫ്രഷ് ബിഗിനിങ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു എനർജീസ് നിങ്ങളുടെ രണ്ടുപേരുടെയും പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് മേ ബി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെയധികം അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു താളം തെറ്റുന്ന തരത്തിലുള്ള ഒരു എനർജീസ് ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ ഉടനെ തന്നെ ഉണ്ടായേക്കാം. അതായത് ഒരു ടവർ സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ ഏതെങ്കിലും തരത്തിൽ ക്രിയേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കാം നഷ്ടപ്പെടാൻ പോകുന്നത്, ചിലപ്പോൾ ഒരു കരിയർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വിശ്വസിച്ച് ആരെങ്കിലും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാലുവാരലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉടനെ തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ അന്വേഷിച്ച് വരും എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മെഡിസിൻ പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ താങ്ങാനാവാത്ത ഒരു ദുഃഖം വരുമ്പോഴെല്ലാം അവർക്ക് ഒരു തണലായിട്ട് മാറുന്നത് പലപ്പോഴും നിങ്ങളാണ്. ചിലപ്പോൾ ഇവരുടെ ഒരു അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രഡ്ജ് ഒന്നും നിങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിക്കാതെ എപ്പോഴും ഒരു വാം വെൽക്കം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടായിട്ടുള്ള ആ ഒരു സ്നേഹം അവർക്കൊരു തണലായിട്ട് മാറുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുമില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എപ്പോഴും ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു എനർജിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം അവരുടെ ലൈഫിൽ അതുപോലെ കുറച്ചൊന്ന് ട്രോമാറ്റിക് ആയിട്ട് അവർ പോകാൻ സാധ്യതയുള്ള ഒരു ഇൻസിഡൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഒരു പേഴ്സൺ ആവശ്യമാകുന്ന ഒരു സിറ്റുവേഷൻ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സെപ്പറേഷൻ എന്താണോ കാര്യം അതെല്ലാം അവരായിട്ട് തന്നെ ചിലപ്പോൾ മാറ്റിക്കൊണ്ട്, ഒന്നും അറിയാത്തതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വന്നേക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ആവാം എന്നുള്ള രീതിയിൽ വന്നേക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ മുഴുവൻ നിങ്ങളിലേക്ക് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ എപ്പോഴൊക്കെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തിൽ വരുന്നോ അപ്പോഴെല്ലാം അവർ നിങ്ങളിലേക്ക് തരുന്ന ആ ഒരു എനർജിയും അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവരെ വിട്ടു പോകാനായിട്ട് സാധിക്കാത്തത്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്നേഹത്തോടു കൂടി ഒരു പേഴ്സൺ വരുന്നൊരു സമയത്ത് അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു ടൈമിൽ വരുന്നത്. പക്ഷേ മറ്റേതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നു, അവർ കൂടുതൽ അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മാറുന്നു. അതായത് ഇവിടെ ഒരു സ്നേഹത്തിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടാത്ത ഒരവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളല്ലാതെയും ഈ ഒരു പേഴ്സണിൻ്റെ ലൈഫിൽ ആരൊക്കെ ഉണ്ടോ, അവരുടെ ഫാമിലിയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റു റിലേഷൻഷിപ്സോ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും പരിഗണന കൊടുക്കുന്നതും അവർക്ക് തന്നെയാണ്. അവരെ കഴിഞ്ഞിട്ടേ അവരുടെ ലൈഫിൽ അവർക്ക് മറ്റാരും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് ഇത്തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി നോക്കിയപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റിംഗ് എനർജി തന്നെയാണ് കണ്ടത്. നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ മടങ്ങി വരും. നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസമേകുന്ന തരത്തിൽ അവർ പ്രവർത്തിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തന്നെന്ന് വരാം, സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെപ്പറേഷനിൽ ഇരിക്കുന്നവർക്ക് ഒരു റീകൺസിലിയേഷൻ എല്ലാ പോസിബിലിറ്റിയും ഉള്ള ഒരു റീഡിംഗ് തന്നെയാണിത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്,
ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ളതാണ്. എപ്പോഴും കറങ്ങി കറങ്ങി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ബൂമറാങ് പോലെ പോയി കഴിഞ്ഞാലും തിരിച്ചു വരുന്ന ഒരു എനർജി തന്നെയാണ്. അതാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു റീകൺസിലിയേഷന് വേണ്ടി മാത്രമല്ല. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്ത് തരാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും അല്ലെങ്കിൽ ക്ലെയിം ചെയ്യേണ്ടതല്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. നമ്പർ 14, എറണാകുളം, ആലപ്പുഴ. നമ്പർ 27, പൂരുരുട്ടാതി നക്ഷത്രം, പത്തനംതിട്ട, ജാനുവരി മന്ത്, സെജിറ്റേറിയസ് സോഡിയക് സൈൻ, May month, letter A, letter J, Kannur, letter C, number 7, Trikketa Nakshatram, number 23, Ailya Nakshatram, number 6, number 16, Cancer zodiac sign, and finally letter R. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.